ഈ കൊല്ലത്ത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഈ കൊടിയും ഫ്ലെക്സും ഒക്കെ സ്ഥാപിച്ചതിന് പിന്നിൽ CPM-ന് പിഴയിടുകയാണ്. നഗരസഭയാണ് പിഴയിട്ടത്. CPM സംസ്ഥാന സമ്മേളനത്തിനായി 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിനാണ് പിഴ. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസ്. പ്രശാന്ത്, ഈ കൊല്ലത്ത് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അടുത്ത സമയത്താണ് CPM-ന്റെ മേയർ രാജിവെച്ച് CPI-യുടെ മേയർ അവിടെ ചുമതലയേറ്റത്. ശരിക്കും ഇത് നിയമപരമായിട്ട് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് നോട്ടീസ് കൊടുത്തതാണോ അതോ CPI ഒരു പണി കൊടുത്തതാണോ പ്രശാന്ത്? വിനോദ്, ഇതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ആ സമരം നടക്കുമ്പോൾ മഴ പെയ്തപ്പോൾ നനയാതിരിക്കുവാൻ ഒരു ടാർപോളിൻ ഷീറ്റ് പിടിച്ച് അവർ അവിടെ ഉണ്ടായിരുന്നൊരു കമ്പിയിൽ കെട്ടിവെച്ചു. ആ ടാർപോളിൻ ഷീറ്റ് രാത്രി തന്നെ പോലീസ് വന്ന് അഴിപ്പിക്കുകയും ഒരു രാത്രി മുഴുവൻ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആ സംഭവം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ആ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും കെട്ടാൻ സമ്മതിക്കാത്ത പോലീസ് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലം നഗരം മുഴുവനും ഫ്ലക്സ് കൊണ്ട് അലങ്കരിക്കുകയും അതോടെ തന്നെ കൊടിതോരണങ്ങൾ കെട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. തുടർന്നാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് എത്തിയത്. CPI-യുടെ കൗൺസിലാണ് വന്നതെങ്കിൽ പോലും ഇപ്പോൾ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ അത് പിന്നീട് ഒരു വലിയ കേസ് എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പിഴ അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പിഴ അടയ്ക്കണം, 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്ന് പറയുമ്പോഴും ഇത്തരം പിഴ അടയ്ക്കണമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകളൊന്നും അല്ലെങ്കിൽ കൊടിതോരണങ്ങളൊന്നും നീക്കം ചെയ്യുവാൻ ഇതുവരെ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷവും ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡിൽ ഈ കൊടിതോരണങ്ങൾ കെട്ടിയും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ സ്ഥാപിക്കും നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇത് എടുത്തു മാറ്റാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. എന്നാൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. വിനോദ്, അതെ, അത് വ്യക്തമാണ്. തിരുവനന്തപുരത്തെ സമരത്തോടും അല്ലെങ്കിൽ കൊല്ലത്തും പാർട്ടി കൈക്കൊള്ളുന്ന ഓരോ സമീപനമാണ് മനസ്സിലാക്കേണ്ടത്. നിയമലംഘനം ഇവിടെ നടത്തിയാൽ അല്ലെങ്കിൽ ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ അവിടെ ഒന്ന് വലിച്ചു കെട്ടിയപ്പോൾ, ചെറിയൊരു കയർ കൊണ്ട് വലിച്ചു കെട്ടിയപ്പോൾ അത് ആ മഴയെ തന്നെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് കൊല്ലത്ത് സ്വന്തം പാർട്ടി സമ്മേളനത്തിന് വേണ്ടി വഴിനീളെ കൊടിതോരണങ്ങൾ, നടപ്പാതകൾ പോലും കെട്ടിയടച്ചുള്ള വഴിതോരണങ്ങൾ. അതിനെതിരെ നഗരസഭ എന്തായാലും നോട്ടീസൊക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ കോടതി പിടികൂടും. അതാണ് പ്രധാനപ്പെട്ട കാരണം.